പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി അംഗവും തിരുവനന്തപുരത്ത് നിന്ന് 4ാമത്തെ തവണ MP-യുമായിട്ടുള്ള ശ്രീമൻ ശശി തരൂർ കോൺഗ്രസ് വിട്ട് CPM-ലേക്ക് പോകുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ശ്രമിക്കാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, ശശി തരൂരുമായി ബന്ധപ്പെട്ടുള്ള വിവാദം കഴിഞ്ഞ കുറച്ച് ദിവസമായി വ്യാപകമായിട്ടുള്ള ചർച്ചയ്ക്ക് വിഷയീഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ചർച്ചയ്ക്ക് തുടക്കം കുറിക്കാനുള്ള കാരണം ശശി തരൂർ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ എഴുതിയ ഒരു ലേഖനമാണ്. ഇന്ത്യൻ എക്സ്പ്രസ്സിൽ എഴുതിയ ഒരു ലേഖനം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ആ ലേഖനം ഇന്ത്യൻ എക്സ്പ്രസ് പ്രസിദ്ധീകരിച്ചത്. ആ ലേഖനത്തിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ വ്യവസായ മേഖല, തളർന്നു കിടന്ന വ്യവസായ മേഖല ഒരു ലിത്തെ ടൈഗർ, ഒരു വഴങ്ങുന്ന ഒരു കടുവയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് ഈ പറഞ്ഞതുപോലെ കേരളത്തിൻ്റെ വ്യവസായ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വമ്പിച്ച മാറ്റം, ഇന്ത്യയിൽ തന്നെ 1ാം സ്ഥാനത്തേക്ക് കേരളത്തിൻ്റെ വ്യവസായ മേഖല മാറിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ പ്രതിനിധികൾ പോലും എഴുതാത്ത നിലയിൽ, അല്ലെങ്കിൽ പറയാത്ത നിലയിൽ സംസ്ഥാന സർക്കാരിൻ്റെ വ്യവസായ നയത്തെ പുകഴ്ത്തിക്കൊണ്ടുള്ള ശശി തരൂരിൻ്റെ ലേഖനം സ്വാഭാവികമായും അത് വ്യാപകമായിട്ടുള്ള ചർച്ചയ്ക്ക് വിഷയീഭവിച്ചു എന്നുള്ളതിൽ അത്ഭുതപ്പെടാനില്ല. ആ ലേഖനത്തിൻ്റെ ഹെഡിങ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ: ചേഞ്ചിങ് കേരള, ലംബറിംഗ് ജംബോ ഇൻ ടു എ ലിത്തെ ടൈഗർ. Kerala is beginning to stand out as a model of economic innovation and sustainable growth. It just needs to update its laws, regulations and streamline government processes. എന്ന് പറഞ്ഞുകൊണ്ട് മുക്തഖണ്ഡമായി സംസ്ഥാന സർക്കാരിനെ പ്രശംസിച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി അംഗവും തിരുവനന്തപുരത്ത് 4ാമത്തെ പ്രാവശ്യം ജയിച്ച MP-യുമായിട്ടുള്ള ശശി തരൂർ ഒരു ലേഖനം എഴുതിയോടുകൂടി അത് വലിയ വ്യാപകമായിട്ടുള്ള ചർച്ചയ്ക്ക് കാരണമായി. ആ ലേഖനം വന്നതിന് പുറകെ CPM ശശി തരൂരിൻ്റെ ഈ നടപടിയെ മുക്തകണ്ഠമായി പ്രശംസിച്ചുകൊണ്ട് രംഗത്ത് വന്നു. അതിന് തൊട്ടു പുറകെ തന്നെ കോൺഗ്രസ് നേതാക്കന്മാർ ഒറ്റക്കെട്ടായി ഇതിനെ എതിർത്ത് രംഗത്ത് വന്നു. എന്തായാലും CPM-ന് അത് വലിയൊരു പിടിവള്ളിയായി മാറി. കോൺഗ്രസ്സുകാർക്ക് അത് വലിയൊരു ദൗർബല്യമായും മാറി. സുഹൃത്തുക്കളെ, നേരത്തെ സൂചിപ്പിച്ച പോലെ ഇത് ഇങ്ങനെ സംസാരിക്കുകയല്ല ചെയ്തത്, ഇത് പത്രത്തിലൊരു ലേഖനമായിട്ട് തന്നെ എഴുതി കൊടുക്കുകയാണ്. തൊട്ടു പുറകെ ശശി തരൂർ വന്നിട്ട് അതിനെ ന്യായീകരിച്ചു. കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് താനത് എഴുതിയത് എന്ന് പറഞ്ഞു. ആ കണക്കുകൾ തെറ്റാണെങ്കിൽ തിരുത്താൻ തയ്യാറാകും എന്നുള്ള നിലയിലൊക്കെ അദ്ദേഹം പറഞ്ഞു. അതിനെ തുടർന്നത് വലിയ ചർച്ചയായി. അതിനിടയിൽ രാഹുൽ ഗാന്ധി ശശി തരൂരിനെ കാണാൻ സമയം കൊടുക്കുന്നു. ശശി തരൂർ അവിടെ പോയി രാഹുൽ ഗാന്ധിയെ കാണുന്നു. കണ്ടതിന് ശേഷം ശശി തരൂർ പുറത്തേക്ക് വരുന്നു. ഒന്നും പറഞ്ഞില്ലെങ്കിലും ശശി തരൂർ അതൃപ്തനാണ് എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വ്യാപകമായി പരന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് സംബന്ധിച്ച വാർത്തകൾ പറയുന്നത് വെച്ചാൽ ശശി തരൂർ രാഹുൽ ഗാന്ധിയോട് തനിക്ക് ചില ചുമതലകൾ നൽകണം എന്നാവശ്യപ്പെട്ടു എന്ന് വാർത്തകളുണ്ട്. യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ തലത്തിലെ ചുമതല തരണം, പ്രൊഫഷണൽ കോൺഗ്രസിൻ്റെ ചുമതല നൽകണം എന്ന് പറഞ്ഞു വന്നു വാർത്തയുണ്ട്. പ്രവർത്തക സമിതി അംഗം എന്നുള്ള നിലയിൽ KPCC ഓഫീസിൽ ഒരു മുറി നൽകണം എന്ന് പറഞ്ഞു എന്ന വാർത്തകളുണ്ട്. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ അതിനോടുള്ള പ്രതികരണം പോസിറ്റീവ് ആയിരുന്നില്ല എന്നുള്ള വാർത്തകളുണ്ട്. ശശി തരൂർ അതൃപ്തനാണ് എന്നുള്ള വാർത്തകൾ ഇപ്പോഴും വ്യാപകമായി പരന്നുകൊണ്ടിരിക്കുന്നു. താൻ എഴുതിയ ലേഖനം സംബന്ധിച്ച് അതിൽ നിന്ന് പിന്നോട്ട് പോകാൻ ശശി തരൂർ ഇപ്പോഴും തയ്യാറായിട്ടില്ല. ശശി തരൂരിൻ്റെ വാദഗതി എന്ന് പറയുന്നത് താനൊരു പാർട്ടിയുടെ സമുന്നതനായിട്ടുള്ള നേതാവാണെങ്കിലും പല കാര്യങ്ങളിലും സ്വതന്ത്രമായ അഭിപ്രായം പറയുന്ന ഒരു രീതി തനിക്കുണ്ട്. അതുകൊണ്ട് തനിക്ക് ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് പുറകോട്ട് പോകാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം CPM-നെ ന്യായീകരിച്ചു എന്ന് മാത്രമല്ല, ട്രംപും മോഡിയും ചേർന്നുള്ള അമേരിക്കൻ സന്ദർശനത്തിനെയും അദ്ദേഹം അനുകൂലിക്കുകയുണ്ടായി. സുഹൃത്തുക്കളെ, നമ്മൾ മൊത്തത്തിൽ നിന്ന് പരിശോധിക്കുമ്പോൾ ശശി തരൂർ അതൃപ്തനാണ് എന്നുള്ളത് വ്യക്തമാണ്. സ്വാഭാവികമായും അടുത്ത ചോദ്യം,
അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് വിട്ടുപോകുമോ ഇല്ലയോ എന്നുള്ളതാണ്. വിട്ടുപോയാൽ എങ്ങോട്ടാണ് എന്നുള്ളതാണ്. സുഹൃത്തുക്കളെ, ഞാനിവിടെ വാദിക്കാൻ ഉദ്ദേശിക്കുന്നത് അദ്ദേഹം CPM-മായി അടുത്തുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം സമീപകാല ഭാവിയിൽ CPM-ലേക്ക് കൂടുമാറും. ഇതാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. അപ്പം അതിനു മുമ്പ് അദ്ദേഹം BJP-യിലേക്ക് പോകില്ല എന്നുള്ളത് നമുക്കൊന്ന് ബോധ്യമാകട്ടെ. BJP-യിലേക്ക് അദ്ദേഹത്തെ അടുപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. BJP-യിൽ നിന്ന് ചില ആളുകൾ അദ്ദേഹവുമായി ചർച്ച നടത്തി എന്ന് പറയുന്നുണ്ട്. പക്ഷേ കേരളത്തിൻ്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കേരളത്തിൽ നിന്നാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത് എന്നുള്ളത് കൊണ്ട് അദ്ദേഹം BJP-യിലേക്ക് പോകില്ല എന്നാണ് ഖണ്ഡിതമായി ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. BJP-യിലേക്ക് പോയാൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് വലിയ സ്ഥാനങ്ങളൊക്കെ കൊടുത്തേക്കാം. പക്ഷേ BJP-ക്ക് ഇപ്പോൾ അയാൾ അനിവാര്യനല്ല. കാരണം BJP രാഷ്ട്രീയമായി വലിയ മുൻതൂക്കം അഖിലേന്ത്യാ തലത്തിൽ നേടി നിൽക്കുന്ന സാഹചര്യത്തിൽ ശശി തരൂർ വന്നു എന്നുള്ളത് കൊണ്ട് അതൊരു വലിയ നേട്ടം BJP-ക്ക് ആകണം എന്നില്ല. പക്ഷേ CPM-നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. CPM വലിയ തോതിലുള്ള തിരിച്ചടി നേരിടുന്ന സാഹചര്യത്തിൽ അവർക്ക് കേരളത്തിൽ ശശി തരൂരിനെ പോലൊരാളെ കിട്ടിയാൽ അവർക്കത് വലിയ നേട്ടമാണ് എന്ന് അവർക്ക് വിലയിരുത്താം. സുഹൃത്തുക്കളെ, എനിക്ക് ആദ്യമായി സൂചിപ്പിക്കാനുള്ളൊരു കാര്യം, ഏറ്റവും തീർത്തും അവസരവാദിയായിട്ടുള്ള ഒരു നേതാവാണ് ശശി തരൂർ എന്നാണ്. അവസരവാദിത്വത്തിൻ്റെ ആൾരൂപമാണ് ശശി തരൂർ. അയാളാണ് ഏറ്റവും പ്രധാനം. അയാൾക്ക് വേറെ ഒരു രാഷ്ട്രീയവുമില്ല, ഒരു പ്രത്യയശാസ്ത്രം. അയാൾക്കുള്ള പ്രത്യയശാസ്ത്രം പണക്കാരൻ്റെയും സമ്പന്നൻ്റെയും കോടീശ്വരൻ്റെയും അനിൽ അംബാനിയുടെയും അദാനിയുടെയും ഈ പറഞ്ഞ പോലെ ട്രംപിൻ്റെയും പിണറായി വിജയൻ്റെയൊക്കെ പ്രത്യയശാസ്ത്രമാണ് അയാളുടെ പ്രത്യയശാസ്ത്രവും. അയാൾക്ക് സ്നേഹം അയാളോട് മാത്രമേ ഉള്ളൂ. ഒരു പാർട്ടിയോടും അയാൾക്ക് കമ്മിറ്റ്മെൻ്റ് ഇല്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, കോൺഗ്രസ് എന്തൊക്കെയാണ് അയാൾക്ക് കൊടുത്തത്? 2009 അയാൾ തിരുവനന്തപുരത്ത് നിന്നിറങ്ങി, ഡിപ്ലോമാറ്റ് എന്ന് പറഞ്ഞ് തിരുവനന്തപുരത്ത് നിന്നിറങ്ങി. അതിനുശേഷം 4 പ്രാവശ്യം MP ആക്കി കോൺഗ്രസ്. കോൺഗ്രസ് അധികാരത്തിലുണ്ടായിരുന്നപ്പോൾ വിദേശകാര്യ സഹമന്ത്രിയാക്കി. കോൺഗ്രസ് പ്രതിപക്ഷത്തിരിക്കുമ്പോഴും വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെയൊക്കെ ചെയർമാനാക്കി. ഈ കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം കോൺഗ്രസ് പ്രസിഡൻറ്റിനെതിരെ മത്സരിച്ചു. എന്നിട്ടും അയാളെ സ്ഥിരം വർക്കിംഗ് കമ്മിറ്റി മെമ്പറാക്കി. ആലോചിച്ച് നോക്കണം. നമ്മൾ രമേശ് ചെന്നിത്തലയെ പോലെ പതിറ്റാണ്ടുകളായി കോൺഗ്രസിന് നേതൃത്വത്തിൽ പ്രവർത്തിച്ചിരുന്ന നേതാവ് പോലും ക്ഷണിതാവായിരിക്കുമ്പോൾ കോൺഗ്രസ് പ്രസിഡൻറ്റിനെതിരെ മത്സരിച്ച ഇയാളെ വർക്കിംഗ് കമ്മിറ്റിയുടെ പ്രസിഡൻ്റാക്കി. ഇതാണ് കോൺഗ്രസ് അയാൾക്ക് കൊടുത്തിട്ടുള്ളത്. പക്ഷേ കോൺഗ്രസിന് അയാൾ എപ്പോഴെങ്കിലും കൊടുത്തിട്ടുണ്ടോ? കോൺഗ്രസിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? കോൺഗ്രസിൻ്റെ ഔദ്യോഗിക പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിച്ചതല്ലാതെ അയാൾ കോൺഗ്രസിന് വേണ്ടി എന്താ ചെയ്തിട്ടുള്ളത്? ഒന്നും ചെയ്തിട്ടില്ല. അയാൾ ഓരോ തവണ ജയിക്കും, ഇലക്ഷൻ ജയിക്കും, അത് കഴിഞ്ഞ് അയാളുടെ പണി നോക്കിപ്പോകും. കോൺഗ്രസ് പ്രവർത്തകരോട് എന്തെങ്കിലും പ്രതിബദ്ധത ഏതെങ്കിലും കാലത്ത് പ്രകടിപ്പിച്ചിട്ടുള്ള ഒരാളാണോ ശശി തരൂർ? കോൺഗ്രസിലെ സാധാരണ പ്രവർത്തകർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുള്ള ആളാണോ ശശി തരൂർ? സാധാരണക്കാരൻ്റെ ഏതെങ്കിലും വിഷയത്തിന് വേണ്ടി ശബ്ദം ഉയർത്തിയിട്ടുള്ള ആളാണോ ശശി തരൂർ? പണക്കാരന് വേണ്ടിയല്ലാതെ. സാധാരണക്കാരൻ കാറ്റൽ ക്ലാസ്സിൽ യാത്ര ചെയ്യുന്നവനാണെന്ന് വരെ പറഞ്ഞിട്ടുള്ള ആളാണ് ഇയാൾ. അപ്പോൾ സാധാരണക്കാരന് വേണ്ടി അയാൾ ഒന്നും ചെയ്തിട്ടില്ല. അയാൾ ജയിക്കും, അത് കഴിഞ്ഞ് അയാൾ പോകും. അയാൾ ജയിക്കും, അത് കഴിഞ്ഞ് അയാൾ പോകും. ഓരോ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് വരും, എന്തെങ്കിലുമൊക്കെ വർഗീയത പറയും, ജയിക്കും. അല്ല, ഭൂരിപക്ഷ വർഗീയത എന്നൊക്കെ പറഞ്ഞ് RSSനെതിരെ BJPക്ക് തിരഞ്ഞെടുപ്പ് ജയിക്കും, അയാൾ. ഇതല്ലേ അയാൾ ചെയ്തിട്ടുള്ളത്. ഇനി CPM-നോടുള്ള അയാളുടെ സമീപനം നമ്മൾ നോക്കിയേ. CPM-ആയിട്ടുള്ള അയാളുടെ ചങ്ങാത്തം ഇന്നും ഇന്നലെയും തുടങ്ങിയതാണോ? അല്ല. കഴിഞ്ഞ 8 വർഷക്കാലമായി പിണറായി സർക്കാരിനെതിരെ അയാൾ എന്ത് പറഞ്ഞിട്ടുണ്ട്? പിണറായി സർക്കാരിൻ്റെ ഏത് തെറ്റായ നയത്തിനെതിരെ അയാൾ എന്ത് പറഞ്ഞിട്ടുണ്ട്? പിണറായി സർക്കാരിൻ്റെ ഏത് ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ അയാൾ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഇപ്പോൾ 12 ദിവസമായി ആശാ വർക്കർമാർ തിരുവനന്തപുരത്ത് സമരം ചെയ്യില്ലേ? അവിടെ ശശി തരൂരുണ്ടോ? കഴിഞ്ഞ 8 വർഷക്കാലമായി എത്രയോ സമരങ്ങൾ ഈ ഇടതുപക്ഷത്തിനെതിരെ നടന്നു. അവിടെ എവിടെയെങ്കിലും നമ്മൾ ഇയാളെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. പക്ഷേ എത്ര തവണ അയാൾ പിണറായി വിജയനെ പുകഴ്ത്തിയിരിക്കുന്നു. എത്ര തവണ പുകഴ്ത്തിയിരിക്കുന്നു പിണറായി വിജയനെ? അസംഖ്യം തവണ അയാൾ പിണറായി വിജയനെ പുകഴ്ത്തിയിട്ടുണ്ട്. അപ്പോൾ അയാൾ CPM-ആയിട്ടുള്ള ബന്ധുത്വം ഇപ്പോൾ തുടങ്ങിയതല്ല. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി അത് അയാൾ നിലനിർത്തുകയും ഡെവലപ്പ് ചെയ്യുകയും ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. ഇപ്പോഴയാൾ CPM-ലേക്ക് പോകാൻ
പോവുകയാണെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, ഇപ്പോൾ ഈ എറണാകുളത്ത് ഒരു ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ആ മീറ്റ് നടക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ശശി തരൂർ ഈ കേരളത്തിൻ്റെ വ്യവസായ മേഖലയിൽ അത്യഭൂതപൂർവമായ മാറ്റം നടക്കുന്നു എന്ന് പറഞ്ഞു ചേഞ്ചിങ് കേരള ലംബറിംഗ് ജംബോ ഇൻറ്റു എ ലിത്തേ ടൈഗർ എന്നുള്ള ലേഖനം ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ എഴുതിയത്. എപ്പോഴാണ് എഴുതിയത് ഈ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് നടക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് എന്ന് പറയുമ്പോൾ ഈ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് വിജയിപ്പിക്കുന്നതിനുള്ള ഒരു പബ്ലിക് റിലേഷൻസ് എക്സർസൈസ് CPM ചെയ്തു കൊടുക്കുകയായിരുന്നു കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി അംഗമായിട്ടുള്ള ശശി തരൂർ. ഞാനിനി ഇത്രൂടെ ക്ലാരിറ്റിയിൽ ഞാൻ പറയാം. ഈ പിണറായി സർക്കാർ ഈ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റിൻ്റെ പബ്ലിക് റിലേഷൻസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വീഡിയോ ഇറക്കിയിരുന്നു. ആ വീഡിയോയുടെ തലവാചകം ദ ഇൻസൈഡ് സ്റ്റോറി ഓഫ് കേരളാസ് ബിസിനസ് ബൂം എന്നാണ്. ദ ഇൻസൈഡ് സ്റ്റോറി ഓഫ് കേരളാസ് ബിസിനസ് ബൂം. അത് ഈ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് വിജയിപ്പിക്കുന്നതിന് വേണ്ടി, അതിൻ്റെ പബ്ലിക് റിലേഷൻസിന് വേണ്ടി, പ്രചാരണത്തിന് വേണ്ടി സർക്കാർ ഇറക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന അതേ കാര്യങ്ങളാണ് ഈ കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി അംഗമായിട്ടുള്ള ശശി തരൂർ ഈ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് നടക്കുന്നതിന് ഒരാഴ്ച മുമ്പ് തൻ്റെ ലേഖനത്തിൽ പറഞ്ഞത്. ഈ വീഡിയോയിലുള്ള അതേ കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ പറഞ്ഞത്. ഡിപ്ലോമാറ്റായി ദീർഘകാലം UN-ലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള എൻ്റെ ഒരു സുഹൃത്തു കൂടിയായിട്ടുള്ള പ്രമോദ് കുമാറാണ്. അദ്ദേഹം ഫേസ്ബുക്കിൽ എഴുതിയൊരു പോസ്റ്റിൽ അദ്ദേഹം അത് പുറത്തു കൊണ്ടുവന്നു. അദ്ദേഹം പറഞ്ഞു, ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഡിറ്റോ അതേ കാര്യങ്ങളാണ് ശശി തരൂർ തൻ്റെ ഇന്ത്യൻ എക്സ്പ്രസ് ലേഖനത്തിൽ പറഞ്ഞത് എന്ന്. അപ്പോൾ എന്താ ശശി തരൂർ ചെയ്തു കൊടുത്തത്? ശശി തരൂർ പിണറായി സർക്കാരിന് വേണ്ടി ഒരു പബ്ലിക് റിലേഷൻസ് എക്സർസൈസ് നടത്തുകയായിരുന്നു. അപ്പോൾ എന്താണ് ശശി തരൂരിൻ്റെ ഉദ്ദേശം എന്നതിൽ നിന്ന് വ്യക്തമല്ലേ? ശശി തരൂർ എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത് വ്യക്തമല്ലേ? കാരണം പിണറായി സർക്കാരിൻ്റെ പബ്ലിക് റിലേഷൻസ് നടത്തി കൊടുക്കുകയാണ് ഈ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ്. ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിലെ അയാളുടെ ഭാവി ഇരുളടഞ്ഞു എന്ന് അയാൾക്ക് ബോധ്യമായി കഴിഞ്ഞു. രാഹുൽ ഗാന്ധിയുമായിട്ടുള്ള അയാളുടെ ചർച്ച കൂടി കഴിഞ്ഞുകൂടി ഇനി കോൺഗ്രസിൽ അയാൾക്കൊന്നുമില്ല എന്നുള്ളത് അയാൾക്ക് ബോധ്യമായി കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ചു പറയുന്നു, അയാൾ CPM പോവുകയാണ്. അതിൻ്റെ സമയവും കാലവും ഒക്കെ മാത്രമേ ഇനി തീരുമാനിക്കേണ്ടതുള്ളൂ. അതെപ്പോഴാണ് പോകുന്നത് എന്നുള്ള സമയമൊക്കെ അയാൾ മനസ്സിൽ കുറിച്ചിട്ടുണ്ടാവും. അത് മാത്രമേ ഇനി നടക്കാനുള്ളൂ. ഇനി നമ്മൾ ഭാവിയിൽ കാണാൻ പോകുന്നത് ഇടതുപക്ഷ സ്വതന്ത്രൻ എന്ന വേഷത്തിലുള്ള ശശി തരൂരിനെയാണ്. അയാൾക്ക് എന്തായാലും മുഖ്യമന്ത്രി എന്നുള്ള നിലയിലൊന്നും സ്വപ്നങ്ങളൊന്നും അയാൾക്ക് കാണാൻ കഴിയില്ല. CPM-മായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ ഒരു മന്ത്രി എന്ന സ്വപ്നമായിരിക്കും അദ്ദേഹം കാണുന്നത്. അതെന്തായാലും അത് അടുത്ത തവണ UDF LDF ജയിച്ചാൽ മാത്രമേ അത് സാക്ഷാത്കരിക്കുള്ളൂ. പക്ഷേ അതാണ് അയാളുടെ സ്വപ്നം. CPM അടുത്ത തവണ ജയിക്കുമെന്നായിരിക്കും അയാൾ വിശ്വസിച്ചിരിക്കുന്നത്. ആ മന്ത്രിസഭയിൽ CPM ജയിച്ച് വന്നാൽ അതിൽ ഒരു മന്ത്രിയാകാം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഈ വിശ്വപൗരനായിട്ടുള്ള ഈ ശശി തരൂർ കോൺഗ്രസിൽ നിന്ന് കിട്ടാവുന്ന സ്ഥാനങ്ങൾ മുഴുവൻ വാങ്ങിച്ച് അധികാരങ്ങൾ മുഴുവൻ ആസ്വദിച്ചതിന് ശേഷം അയാളുടെ രാഷ്ട്രീയ ജീവിതത്തിലെ അടുത്ത ഘട്ടം ഇടതുപക്ഷ സ്വതന്ത്രനായി ഇടതുപക്ഷത്തേക്ക് പോവുക എന്നതായിരിക്കും എന്നുള്ളതിന് ഒരു തർക്കവുമില്ല എന്നുള്ള കാര്യം മുൻകൂട്ടി എൻ്റെ പ്രേക്ഷകരെ അറിയിക്കാനാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത്.